AI ക്യാമറയെ കുറിച്ച് തന്നെയാണ്. ഒരു കാലത്ത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറിയ AI ക്യാമറ വിവാദത്തെക്കുറിച്ച്, അഴിമതിയെക്കുറിച്ച് കോട്ടിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതിനേറെ പറയുന്നു, മുഖ്യമന്ത്രിക്ക് തന്നെ ബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾ വലിയ ശ്രമം നടത്തിയ കേസായിരുന്നു AI ക്യാമറ വിവാദം. പ്രതിപക്ഷത്തോടൊപ്പം മാധ്യമങ്ങളും അണിനിരന്നിരുന്നു അന്ന് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് മാപ്പ് പറയാൻ തുടങ്ങണ്ടേ എന്ന്. മുതിർന്ന മാധ്യമപ്രവർത്തകൻ KJ ജേക്കബ് അദ്ദേഹം ഇത് സംബന്ധിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം വായിക്കാം. അത് ഇങ്ങനെയാണ്: AI ക്യാമറകൾ സ്ഥാപിക്കുന്ന സേഫ് കേരള പദ്ധതിയിലെ അഴിമതികളെപ്പറ്റി ഏക്കർ കണക്കിന് സ്ഥലത്താണ് പത്രങ്ങൾ വാർത്തകൾ എഴുതിക്കൂട്ടിയത്. ആകെ പദ്ധതി ചെലവിനെ ക്യാമറകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചിട്ട് ക്യാമറയ്ക്ക് വിപണി വിലയുടെ 15 ഇരട്ടി വില കൊടുത്തു എന്നുകൂടി എഴുതിക്കളഞ്ഞു ഒന്നാമത്തെ പത്രം, എന്ന് വെച്ചാൽ മലയാള മനോരമ. വൈകുന്നേരം നടത്തുന്ന വൈതാളിക വെടിവട്ട സദസ്സിൻ്റെ എഡിഷനുകളിൽ ആഴ്ചകളോളം ക്യാമറയിലെ അഴിമതിയായിരുന്നു താരം. എന്താണ് വൈകുന്നേരം നടക്കുന്ന വൈതാളിക വെടിവട്ട സദസ്സ്? സംശയമില്ല, നമ്മുടെ അന്തിച്ചർച്ച തന്നെ, ടെലിവിഷൻ ചാനലുകളിൽ നടക്കുന്ന അന്തിച്ചർച്ച. അതിനുശേഷം ഹർജിയിലെ ഒരു ഭാഗം ഉദ്ധരിക്കുകയാണ് KJ ജേക്കബ്. അതിനുശേഷം പറയുകയാണ്: റിട്ട് ഹർജിയിലെ അവകാശവാദങ്ങളും എതിർവാദങ്ങളും ഇരുഭാഗത്തെയും അഭിഭാഷകരുടെ വാദങ്ങളും വിശദമായി പരിശോധിച്ചതിൽ നിന്നും ക്യാമറ സ്ഥാപിക്കാൻ നൽകിയ കോൺട്രാക്റ്റിൽ എന്തെങ്കിലും ദുരുദ്ദേശമോ നിയമവിരുദ്ധതയോ അഴിമതിയോ നടപടിച്ചട്ടങ്ങളുടെ ലംഘനമോ ഉള്ളതിൻ്റെ എന്തെങ്കിലും തെളിവ് നൽകുന്നതിന് പരാതിക്കാർ പരാജയപ്പെട്ടു എന്നാണ് ഞങ്ങളുടെ ബോധ്യം. ചീഫ് ജസ്റ്റിസ് അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിയിൽ നിന്നാണ്. അപ്പോൾ എന്തായിരിക്കണം ആ ഏക്കർ കണക്കിന് പത്രത്താളുകളിൽ എഴുതി വച്ച വാർത്തകളിലും ആഴ്ചക്കണക്കിന് ചിലവാക്കിയ എയർ ടൈമിലും ആളുകളിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? അതൊക്കെ കണ്ടും വായിച്ചും 10,000-കണക്കിന് മനുഷ്യർ ചായക്കടകളിലും കല്യാണ വീട്ടിലും മരണ വീട്ടിലും ഓഫീസിലും ബസ് സ്റ്റാൻഡിലും ട്രെയിനിലുമൊക്കെ ഇരുന്ന് തർക്കിച്ചു കൊണ്ടിരുന്നത് എന്തായിരുന്നു? അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനോടും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോടും ക്യാമറ മൂടാൻ കൊട്ടയ്ക്ക് പണം ചെലവാക്കിയ യൂത്ത് ലീഗ് നേതാവ് പ്രിയപ്പെട്ട PK ഫിറോസിനോടും എനിക്ക് സ്നേഹബുദ്ധിയ ഉപദേശിക്കാനുള്ളത് ഇതാണ്: എന്തു കിട്ടി എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന് മുൻപറഞ്ഞ പത്രത്തിലും വാർത്തയിലുമൊക്കെ ചോദിക്കാം. പക്ഷെ ഇതൊന്നും കൊണ്ട് കോടതിയിലേക്ക് പോകരുത്. അവിടെ പോകുമ്പോൾ നിങ്ങൾ സ്വന്തമായി അധ്വാനിച്ച് തെളിവുകളുണ്ടെന്ന് ഉറപ്പുവരുത്തി വേണം പോകാൻ. നിങ്ങളുടെ വാദത്തിൻ്റെ യുക്തിയും തെളിവും പരിശോധിക്കുന്നത് ഇടതുപക്ഷ പിണറായി വിരുദ്ധത മൂലം കാഴ്ച നഷ്ടപ്പെട്ട ആങ്കർമാരല്ല, നിയമപരമായി വിഷയങ്ങൾ പരിശോധിക്കാൻ ഉത്തരവാദിത്തമുള്ള ജഡ്ജിമാരാണ് എന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അവരാണെങ്കിൽ ഈ ചിത്രത്തിൽ കാണുന്ന മാതിരി തെളിവുകൾ പൊതുവെ സ്വീകരിക്കാറില്ല. നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആ സ്ഥാനത്തൊക്കെ എത്തിയവരാണ്. കഥ എഴുത്തുകാരുടെയും ഇരുമ്പുക്കൈ മായാവിമാരുടെയും ഉണ്ടത്രേ സൂചന വീരന്മാരുടെയും വാക്ക് കേട്ട് കോടതിയിലേക്ക് പുറപ്പെടരുത് എന്നൊരപേക്ഷയും നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പറയുന്നു. ഇതോടൊപ്പം ശങ്കരാടി സിനിമയിൽ കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്, ഇതാണ് രേഖ എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാ രേഖ എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രവും കൂടി പങ്കുവെക്കുന്നുണ്ട് KJ ജേക്കബ്. ഇതിൽ എല്ലാമുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് കൃത്യമായും പറയുന്നുണ്ട് KJ ജേക്കബ്. അതുകൊണ്ടാണ് ഇനി ദൃശ്യമാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കും ഇത്രയും സമയവും ഇത്രയും സ്ഥലവും ചെലവഴിച്ചതിൽ വ്യവസായ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും വിമർശിച്ചതിന്, ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ഒന്ന് മാപ്പ് പറഞ്ഞു കളയാം. കാരണം മാപ്പ് പറയാതെ തരമില്ല. കോടതിയാണ് പറഞ്ഞിരിക്കുന്നത്, ഡിവിഷൻ ബെഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പദ്ധതിയിൽ അഴിമതിയില്ല, തെറ്റായ ഒരു കാര്യവും നടന്നിട്ടില്ല, ഒരു അനോമലിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതിയുടെ. അതോടുകൂടി കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതെല്ലാം പൊട്ടിപ്പോവുകയാണ്. കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞു ഒരു ബോംബ് പൊട്ടാനുണ്ട് എന്ന്. ആ ബോംബാണ് ഇപ്പോൾ സ്വന്തം കയ്യിലിരുന്ന് പൊട്ടിയിരിക്കുന്നത്. VD സതീശൻ്റെ കയ്യിലിരുന്ന് പൊട്ടിയിരിക്കുന്നത്. മുഖം നഷ്ടപ്പെട്ടു പോയി VD സതീശന്, പ്രതിപക്ഷ നേതാവിന് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതോടൊപ്പം മുഖം നഷ്ടപ്പെട്ടു പോയ മറ്റൊരു കൂട്ടർ കൂടിയുണ്ട്. അവരാണ് കേരളത്തിലെ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ
മാപ്പ് പറയേണ്ട സമയമാണ്. തെറ്റുപറ്റിപ്പോയി എന്ന് പറയേണ്ട സമയമാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് വസ്തുത പരിശോധിക്കാതെ വാർത്ത കൊടുക്കുന്ന നമ്മുടെ ഇന്നത്തെ മാധ്യമ പ്രവർത്തന രീതി, ആ രീതിക്ക് എതിരെയുള്ള വിമർശനം കൂടിയാണ് കോടതി മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിന് മറുപടി പറഞ്ഞേ പോകാൻ കഴിയൂ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കും പ്രമുഖ മാധ്യമ പ്രവർത്തകർക്കും.